WHO കണക്ക് പ്രകാരം ലോകത്തെമ്പാടും ഏകദേശം 300 മില്യൺ ആൾക്കാർ, എല്ലാ ഏജിലുള്ള ആൾക്കാരും ഈ ഡിപ്രഷൻ മൂലം അഫക്റ്റ് ആവുന്നു എന്നതാണ്. ഈ ഡിപ്രഷനെ നമുക്കൊരു സ്നീക്കി ഡിസോർഡർ എന്ന് പറയാം. കാരണം ഈ ഡിപ്രഷൻ എഫക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജസിലൊന്നും ഇത് ഡിപ്രഷനാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഈ ഡിപ്രഷൻ്റെ എക്സ്ട്രീം സ്റ്റേജൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് മാത്രമേ നമുക്കിതൊരു ഡിപ്രഷനാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഡിപ്രഷൻ വന്ന ആളുകൾ മാക്സിമം ആ സമയത്ത് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ നോക്കും. ഒരു 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 ലോൺലെസ് ഫീലാവും, ഒരു വയ്യാത്ത അവസ്ഥ, ഒരു ഇറിറ്റേഷൻ ഫീല്, എന്താണെന്ന് പുറത്ത് പറയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ ഫീലിങ്സൊക്കെ അവർക്ക് ആ സമയത്ത് ഉണ്ടാവും. അവർക്ക് ലൈഫിൽ എന്ത് സിറ്റുവേഷനൊക്കെ, ഇപ്പോൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഏത് സിറ്റുവേഷൻ വരുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അച്ഛനിടയ്ക്ക് അമ്മയുടെ ഇടയ്ക്ക് ഈ ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആ സിറ്റുവേഷനൊക്കെ മാക്സിമം വഷളാക്കും അവരെ കയ്യിൽ നിന്നൊക്കെ സിറ്റുവേഷൻ പോകും. കാരണം ഒരു ആൾറെഡി കുറേ പ്രശ്നം ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫീലായിരിക്കും അവർ ആൾറെഡി ആ സമയത്ത് ഉണ്ടാവുക. ഇതിനിടയ്ക്ക് ഇങ്ങനെ പ്രശ്നം വരുവാണെങ്കിൽ ആ സിറ്റുവേഷനിലൊക്കെ ഇവർ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. കാരണം ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് എന്താ ഉള്ളിൽ ഫീൽ ആവുന്നതെന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനെ സിറ്റുവേഷനുള്ള സമയത്ത് അവർ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി അവരെ മാക്സിമം സിറ്റുവേഷൻ വഷളാക്കും. ഈ ഡിപ്രഷൻ നമ്മളെ ഓരോ കാര്യം തീരുമാനിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ, ഇതൊക്കെ നമ്മളിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, ഫോക്കസ് ഉണ്ടാവില്ല, എപ്പോഴും ഔട്ട് ഓഫ് മൈൻഡിലായിരിക്കും. എന്തൊക്കെയോ കാര്യം ചിന്തിച്ചുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും മൈൻഡ്. രാത്രി ഉറങ്ങാനൊന്നും പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഈ ഡിപ്രഷൻ്റെ സമയത്ത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ഡിപ്രഷനുള്ള ആളുകൾ ചെയ്യുന്ന 7 കാര്യങ്ങൾ ഏതൊക്കെ നോക്കാം. ഈ 7 കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഡിസോർഡറിൽ നിങ്ങൾ അഫക്റ്റഡ് ആണ് എന്ന കാര്യം. നമുക്ക് ആ 7 കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡിപ്രഷൻ്റെ ഒന്നാമത്തെ സൈന്, എപ്പോഴും ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റയ്ക്ക് വീട്ടിൽ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക. അതിൽ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ അവർക്ക് ഈ സോഷ്യലൈസ് ചെയ്യുന്ന കാര്യം ഇഷ്ടമുണ്ടാവില്ലായിരിക്കും. ആൾക്കാരോട് പുറത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ആൾക്ക് ഇടപഴകാനൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും. അവർ ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒറ്റ ഇരിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്, ഒറ്റ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നു. വേറൊരു കേസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പുറത്തുപോയി സംസാരിക്കാൻ അല്ലെങ്കിൽ ആൾക്കാരോട് ഇടപഴകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരെ തന്നെ വെറുക്കുന്നുണ്ടാവും. ഞാൻ എന്താണ് ഇങ്ങനെ, എനിക്കൊന്നും പറ്റില്ല, എനിക്ക് ലൈഫിൽ ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഒരു ഡിസ്റ്റർബ്ഡ് ഫീലിംഗ് ആയിരിക്കും അവർക്ക്. മറ്റൊരു സംസാരിക്കാൻ ഇടപെടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ടൈപ്പ് ആൾക്കാർ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരുന്നിട്ട് റൂമിൽ തന്നെ ഇരുന്നിട്ട് രാത്രി പകരം ബെഡിൽ തന്നെ കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ലൈഫിൽ. ഏത് നേരം വീട്ടിലും അടഞ്ഞു മൂടിയിരിക്കാന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയായിരിക്കും. വീട്ടിലുള്ള ആൾക്കാർക്ക് പറഞ്ഞാലും കേൾക്കില്ല, ഇവരും ഒന്നും മനസ്സിലാവില്ല, അവർ മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥ, ഫുൾ ടൈം 24 മണിക്കൂർ വേണമെങ്കിൽ അവർ ബെഡിൽ തന്നെ കിടക്കും. ഈ ഒരു സിംറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു ഡിപ്രഷൻ അതുപോലത്തെ ഒരു ഡിസോർഡറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജസ് ആണ്. രണ്ടാമത്തെ സൈന്, ഇവർ എപ്പോഴും ഡിസ്ഓർഗനൈസ്ഡ് ആയിരിക്കും. ഇവരെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ, മുറിയൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഡ്രസ്സ് അതുപോലെ തന്നെ അവരുടെ വസ്തുക്കൾ, റൂമിൽ ഓരോരോ കാര്യങ്ങൾ, ഓരോ തിങ്സ് എല്ലാം ഇങ്ങനെ വലിച്ച് വാരിയിട്ടുണ്ടാവും. ഒരു ഓർഗനൈസ് അല്ലാത്തൊരവസ്ഥ. അവർ ബെഡ്, തുണി, റൂം കയറുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ ഇവിടെ നടക്കുന്നതെന്ന്. കാരണം നമുക്ക് സാധാരണ ഒരു മുറിയിലൊക്കെ ഉള്ള സമയത്ത് കുറച്ച് ഓർഗനൈസൊക്കെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിങ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്തൊക്കെ അടുക്കി അല്ലെങ്കിൽ ഒതുക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവരെ മുറി കയറുവാണെങ്കിൽ എല്ലാം ഒരു ഡിസ്ഓർഗനൈസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇങ്ങനെ ഡിസ്ഓർഗനൈസ്ഡ് ആയിരിക്കാൻ കാരണം ഈ ഡിപ്രഷൻ നിങ്ങളെ മാക്സിമം ടയർഡാക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ ഈ സമയത്തൊക്കെ ഫീൽ ചെയ്യുന്നത് ഭയങ്കര ടയർഡായിരിക്കും. ഇങ്ങനെ ഡിപ്രഷൻ നിങ്ങൾ എപ്പോഴും ടയർഡാക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ തുണി അലക്കാൻ അല്ലെങ്കിൽ വീടൊന്ന് അടിച്ചു വാരാനൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും. നിങ്ങൾ ഒരു പണി ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ നിങ്ങളുടെ ബോഡിയൊക്കെ നിങ്ങൾ ആലോചിക്കുന്ന സമയത്തൊക്കെ കുറേ ഒരു 10 ലോഡ് വിറക് കീറിയിട്ട ഫീലായിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാവുക. പക്ഷേ എന്താ കാരണം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഫുൾ ടൈം കിടന്നുറങ്ങുന്നുണ്ട്, റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് കാരണം പറയാൻ പോലും പറ്റില്ല എന്തുകൊണ്ട് ഞാൻ ടയർഡായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര ടയർഡ് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ തുണി അലക്കാനോ അല്ലെങ്കിൽ വീട് അടിച്ചു വാരാനോ അല്ലെങ്കിൽ എന്തൊരു സാധനം ഒതുക്കി വെക്കാനുള്ള എനർജി പോലും നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വീടൊക്കെ ഭയങ്കര അരോചകമായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക്. റൂമൊക്കെ പക്ഷേ നിങ്ങൾക്ക് ആ സമയത്ത് ഫീൽ ഉണ്ടാവില്ല ഈ അരോചകമായിട്ടൊന്നും. പുറത്തുനിന്നൊക്കെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ കയറി വരുവാണെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ കിടക്കുന്നതെന്നുള്ള ഫീലായിരിക്കും അവർക്ക് സമയത്ത് ഉണ്ടാവുക. മൂന്നാമത്തെ സൈൻ, ഡിപ്രഷൻ നിങ്ങളെ ഒരു അൺഹൈജീൻ ആയിട്ടുള്ള ഒരു ആളായിട്ട് മാറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ ഏത് നേരം ബെഡിൽ കിടക്കാനും അല്ലെങ്കിൽ എപ്പോഴും മൂടി പോസ്റ്റ് കിടക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ബെറ്റർ ആക്കാൻ നിങ്ങൾ ഒരു കാര്യം ശ്രമിക്കുന്നതാണ്. പ്രത്യേകിച്ച് പല്ല് തേക്കുക, കുളിക്കുക, ഇതൊക്കെ നിങ്ങളെ കുറച്ച് ബെറ്റർ ആക്കിയേക്കും. പല്ല് തേക്കുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങളെ കുറച്ചുകൂടെ റിഫ്രഷ് ആക്കിയേക്കും. ഇതൊന്നും നിങ്ങൾ ആഗ്രഹിക്കില്ല. എപ്പോഴും ഒരു അൺഹൈജീൻ ആയിട്ടുള്ള ഒരു ഷെഡ്യൂളായിരിക്കും നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുന്നുണ്ടാവുക. കുളിക്കില്ല, ചിലപ്പോൾ ആഴ്ചകളായാലും കുളിക്കില്ല, ചിലപ്പോൾ 4-5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പല്ല് തേക്കുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ മുറിയിൽ നിന്ന് ഒരു പുറത്ത് വരുന്നുണ്ടാവില്ലായിരിക്കും. വെള്ളം കുടിക്കില്ല, കറക്റ്റായിട്ട് ഫുഡ് കഴിക്കില്ല, ഉറങ്ങില്ല, പല്ല് തേക്കില്ല, കുളിക്കില്ല.
അങ്ങനെ ലിസ്റ്റ് നീളുന്നു. അങ്ങനെ ഒരു കാര്യവും നിങ്ങളെ ബെറ്റർ ആക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കില്ല, നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കില്ല ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ. നിങ്ങളെ ബെറ്റർ ആക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ വിചാരിക്കില്ല. നാലാമത്തെ സൈൻ, ഈ ഡിപ്രഷൻ നിങ്ങളെ ഈ സ്ലീപ്പ് ഷെഡ്യൂളൊക്കെ മൊത്തത്തിൽ മാറ്റി മറിക്കും. ചിലപ്പോൾ നിങ്ങൾ രാത്രി സാധാരണ ദിവസങ്ങളിലൊക്കെ ഒരു 10 മണിക്ക് കിടന്നിട്ട് രാവിലെ ഒരു 6 മണിക്ക് എണീക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഈ ഡിപ്രഷൻ എഫക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി മുഴുവൻ ഒന്ന് ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് ഉറങ്ങാൻ പറ്റാതെ, പകലും ആ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം ഒക്കെ ആയിട്ട് പകലും ഭയങ്കര ടയർഡായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ വർക്കിന് പോവുകയാണെങ്കിൽ വർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വീട്ടിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാത്ത അവസ്ഥ, ആ ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവുക. ഇപ്പോൾ പകലാണെങ്കിലും ഉറങ്ങാൻ തോന്നും, പക്ഷേ ഉറക്കം വരില്ല. കിടന്നുറങ്ങിയാൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. രാത്രി ഉറങ്ങാൻ വരില്ല. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ അലട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ചില കേസ് നോക്കുവാണെങ്കിൽ എത്ര തന്നെ ഉറങ്ങിയാലും പകൽ എണീക്കുന്ന സമയത്ത് ഭയങ്കര ടയർഡായിരിക്കും. സാധാരണ ഒരു 8 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആൾക്കാർ 10 മണിക്കൂർ രാത്രി ഉറങ്ങിയാലും പകൽ എണീക്കുന്ന സമയത്ത് ഭയങ്കര ടയർഡായിരിക്കും. അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഇത്ര നേരം ഉറങ്ങിയിട്ടും എന്തുകൊണ്ട് ഇത്ര ഞാൻ ക്ഷീണത്തോടെ ഇരിക്കുന്നു എന്നുള്ളത്. കാരണം നിങ്ങൾ അത്ര രാത്രി മുഴുവൻ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക, മൈൻഡൊക്കെ ഫുൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട്. ഇതുകൊണ്ട് തന്നെ പകൽ എണീക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാവുക. അഞ്ചാമത്തെ സൈഡ്, ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും നിങ്ങൾ എപ്പോഴും അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രമേ നോക്കുന്നുണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോ തന്നെ ആയിരിക്കും. സമയത്ത് നടക്കുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ലൈഫ് എന്ത് മോശമാണ്, എനിക്ക് മാത്രം ഇങ്ങനെ നടക്കുന്നത്. ഈ ഡിപ്രഷൻ നിങ്ങളെ ലൈഫിൻ്റെ ബ്രൈറ്റ് സൈഡ് നോക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. ഇത് നിങ്ങളുടെ ബ്രെയിനിൽ കളിക്കുന്ന ഒരു കളി കൂടിയാണ് ഈ ഡിപ്രഷൻ. നിങ്ങൾ ആ സിറ്റുവേഷൻ എത്ര തന്നെ നല്ല കാര്യം ഉണ്ടെങ്കിൽ കൂടി ആ കാര്യങ്ങളൊന്നും നോക്കില്ല. എപ്പോഴും അതിൻ്റെ മോശം കാര്യം മാത്രം നോക്കുക. ലൈഫിൽ എപ്പോഴും മോശം കാര്യം മാത്രം ശ്രദ്ധിക്കുക. ലൈഫിൽ ബ്രൈറ്റ് സൈഡ് ഉണ്ടെങ്കിൽ കൂടി അത് ഒരിക്കലും നിങ്ങളെ കാണാൻ സമ്മതിക്കില്ല ഈ ഡിപ്രഷൻ നിങ്ങളുടെ മൈൻഡിൽ. ശരിക്കും ഈ ഡിപ്രഷൻ നിങ്ങളുടെ ബ്രെയിനിൽ കളിക്കുന്ന ഒരു പ്ലേ കൂടിയാണിത്. ഈ സമയത്ത് നിങ്ങളുടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് മാക്സിമം ഇങ്ങനെ ബ്രെയിനിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ആ നെഗറ്റീവ് കാര്യം മാത്രം ചിന്തിക്കുക, നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. ആ സിറ്റുവേഷനിലെ നെഗറ്റീവ് കാര്യം മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ കാണുന്നുണ്ടാവുക. ആറാമത്തെ സൈൻ, ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഭയങ്കര ചേഞ്ച് ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് മാത്രം കഴിക്കുന്ന ആൾക്കാർ ഈ ഡിപ്രഷൻ സ്റ്റേജിൽ ചിലപ്പോൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ കിച്ചണിലെ മുഴുവൻ കഴിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കഴിച്ചിട്ടായിരിക്കും പുറത്തിറങ്ങി വരുന്നുണ്ടാവുക. നിങ്ങൾക്കൊരു ചെറിയ വയറാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഫുഡേ കഴിക്കുന്നുണ്ടാവുള്ളൂ. ഇതേ സമയം ഒരു നോർമലായിട്ടുള്ളൊരു ആളാണെങ്കിൽ ഡിപ്രഷൻ സമയത്ത് കൂടുതൽ ഫുഡ് കഴിക്കും, വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾ തീർക്കും. ഏഴാമത്തേത്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. നിങ്ങൾക്ക് ഇതിനു മുമ്പ് കുറേ ഹോബീസ് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ സിനിമയ്ക്ക് പോകുന്നതോ അല്ലെങ്കിൽ പുറത്തേക്ക് ഫ്രണ്ട്സിനോട് പുറത്തേക്ക് കറങ്ങാൻ പോകുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് ഒരു സമയത്ത്. പക്ഷേ ഈ ഡിപ്രഷൻ സ്റ്റേജിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അന്യമായിട്ട് തോന്നുന്നുണ്ടാവും. ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നോ, ഇതൊക്കെ എനിക്ക് എൻ്റെ ഹോബി തന്നെ ആണോ, ഇങ്ങനെയൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ ഉള്ളിൽ ഒരു ഡെഡായി ഫീൽ ആയിരിക്കും. നിങ്ങൾ ശരിക്കുമുള്ള നിങ്ങൾ മരിച്ചു, ഇത് വേറൊരാളാണെന്ന ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഉള്ളിലുണ്ടാവുക. ഞാൻ ഉള്ളിൽ ട്രാപ്പിഡാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഒന്നും ചെയ്യാത്ത അവസ്ഥ. ഒരു ദിവസം ഫുൾ ഡേ നിങ്ങൾ ബെഡിൽ കിടക്കുവാണെങ്കിൽ കൂടി റൂമ് കടച്ചിരുന്ന് റൂമിൽ കിടക്കുവാണെങ്കിൽ കൂടി നിങ്ങൾക്ക് യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. കാരണം ഞാനിപ്പോൾ ബെഡിൽ ഫുൾ ടൈം കിടക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല, ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ തോന്നലുണ്ടാവില്ല. നിങ്ങൾ ഫുൾ ഡേ ബെഡിൽ കിടക്കുവാണെങ്കിൽ കൂടി യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഒന്നും ആലോചിക്കാതെ നിങ്ങൾ കുറേ ടെൻഷനിൽ കുറേ മെമ്മറീസൊക്കെ ആലോചിച്ചിട്ട് ഡിപ്രഷനിൽ ഇങ്ങനെ ഫുൾ ഡേ ഇങ്ങനെ വീട്ടിൽ തന്നെ റൂമിൽ അടച്ചിരുന്നാൽ കൂടി നിങ്ങൾ വലിയ സീരിയസ് എടുക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഡിപ്രഷൻ്റെ ഈ സൈൻസൊക്കെ വേറെ കുറേ ഡിസോർഡർ ആൾക്കാരും കാണിക്കാറുണ്ട്. ആങ്സൈറ്റി, പിന്നെ വേറെ കുറേ ഡിസോർഡർ ആൾക്കാരും കാണിക്കാറുണ്ട് ഈ സിമിലർ ആയിട്ടുള്ള സിംറ്റംസൊക്കെ. പക്ഷേ ഇതുപോലത്തെ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡിപ്രഷൻ പോലുള്ള ഒരു ഡിസോർഡർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ഒരു പ്രൊഫഷണൽ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.